ഹായ് എവരിവൺ. ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ നിയർ സ്പേസിൽ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 24,500 നല്ല കോളോയെ ഉള്ളതുകൊണ്ട് അവിടുന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവില്ല എന്ന് പറയുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ദെൻ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അഗ്രസീവായിട്ട് മാർക്കറ്റ് ഒരു 260 പോയിന്റ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു നല്ല ഡിമാൻഡ് സോൺ ആയിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് പോകുന്ന സമയത്ത് നമുക്കൊരു അപ്സൈഡ് എൻട്രി പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റ് വിക്സ് ഒക്കെ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7% ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു അഗ്രസീവ്. നിയർലി 15 എബോവ് വിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാനായിട്ട് ഡേറ്റാസ് വെച്ച് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വോളറ്റൈൽ ആവുന്ന ഒരു സിനാരിയോ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്രസീവ് മൂവ് ട്രേഡ് ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് പൊതുവെ ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ വലിയ വലിയ ക്യാൻഡിൽസ് ഗ്രീൻ ക്യാൻഡിൽ പോകുമ്പോൾ ഓപ്ഷൻസിൽ എൻട്രി എടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ലോസ് മേക്ക് ചെയ്യാറുള്ളത്. അതിനുശേഷം മാർക്കറ്റ് ഓവറോൾ മൂവ് ചെയ്തതിൻ്റെ 50% കറക്റ്റ് ചെയ്ത് ഈ സോണിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. അത് ഏകദേശം 3 മണിയായി. പക്ഷേ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു സോണിൽ നിന്നുള്ള മൂവ്മെൻറ്റ് കുറച്ച് അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ അവിടെ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ 24,600 എന്ന് പറയുന്ന സ്ട്രൈക്കായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അത് ഏകദേശം 10 രൂപയിൽ നിന്ന് 120 വരെ പോയിട്ടുണ്ട്. നല്ല രീതിയിലൊരു 600% അപ്സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോപ്പർ റിസ്ക് റിവാർഡിൽ ട്രേഡ് കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു. മാർക്കറ്റിൽ എപ്പോഴും വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എൻട്രീസിൻ്റെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ഒരു റിസ്ക് റിവാർഡ് എൻട്രീസ് നോക്കുന്നതാണ്. ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ഇവൻറ്റുകളോ അല്ലെങ്കിൽ ന്യൂസുകളോ ഒന്നും ഇല്ലാതെ തന്നെ മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 260 പോയിന്റ് ഡൗൺ സൈഡിലേക്കും അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് നിയർലി ആ ഡൗൺ സൈഡിൽ നിന്ന് ഒരു 560 പോയിന്റോളം അപ്സൈഡിലേക്കും അതിനുശേഷം വീണ്ടും ഒരു അവിടെ ആ ഒരു ഹൈയിൽ നിന്ന് ഒരു 350-360 പോയിന്റ് ഡൗൺ സൈഡിലേക്കും അങ്ങനെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് വളരെ പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല, ഭയങ്കര റിസ്ക് വരുന്ന ട്രേഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതാണ് കുറച്ച് ബെറ്റർ ഓപ്ഷൻ. അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് FIAസിൻ്റെയും DIAസിൻ്റെയും ആക്ടിവിറ്റീസ് മാർക്കറ്റിൽ നോക്കിയാൽ 8,540 കോറോളം ബൈയിങ് നടത്തിയിട്ടുണ്ട് FIAs. പക്ഷേ DIAs ഇന്ന് സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. 2,304 കോറാണ്. നെറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 6,236 കോറോളം ബൈയിങ് ആണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി നാളത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ RBI പോളിസി ഡേറ്റ വരുന്ന ദിവസമാണ് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് ഹൈക്ക് നമുക്ക് മാർക്കറ്റിൽ നന്നായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതൊരു 10 o'clock ഒക്കെ ആവുന്ന സമയത്താണ് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നത്. മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി നാളെ ഉണ്ട്. അപ്പം പൊതുവേ ഓപ്ഷൻസിൽ നോക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ അത് റിലേറ്റ് ചെയ്യുന്ന സ്റ്റോക്സിൽ നോക്കുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ബാങ്കിങ് സെക്ടർ റിലേറ്റഡ് സ്റ്റോക്സ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടർ റിലേറ്റഡ് സ്റ്റോക്സ്, ദെൻ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് സ്റ്റോക്സ്, DLF, ഗോദ്രേജ് അങ്ങനത്തെ സ്റ്റോക്സുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഈ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ അപ്സൈഡിൽ ഗ്രീനിലാണ് എൻഡ് ചെയ്തിട്ട്